ഉണ്ണികൃഷ്ണൻ പോറ്റി SIT കസ്റ്റഡിയിൽ ആയിരിക്കുന്നു 30-ാം തീയതി വരെ. അതായത് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു, അത് 30-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇതാദ്യമായി 24 പുറത്തുവിടുകയാണ്. പോലീസ് നേരത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. രഹസ്യമായി കോടതി നടപടിക്രമങ്ങൾ നടക്കുകയായിരുന്നു. റാന്നി 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് കസ്റ്റഡിയിൽ. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇത് 30-ാം തീയതി എന്ന് വരുമ്പോൾ കൃത്യമായി എത്ര ദിവസം പോലീസ് കസ്റ്റഡിയിലാകും? എത്ര ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടത്? വിശദാംശങ്ങൾ. അനുജ, SIT കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടിരിക്കുന്നു. കസ്റ്റഡി അപേക്ഷ കോടതിയിൽ ഇന്ന് തന്നെ SIT സംഘം വെച്ചു. കോടതി അത് അനുവദിക്കുകയും ചെയ്തു. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ നിലവിൽ വിട്ടിരിക്കുന്നത്. 30 ദിവസമാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വിശദമായ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനാണ് അന്വേഷണ സംഘം നിലവിൽ ആലോചിക്കുന്നത്. ഇക്കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തതയ്ക്ക് വേണ്ടി ജയശങ്കർ, 30 ദിവസം എന്നാണോ 30-ാം തീയതി വരെ എന്നാണോ? അതായത് 30-ാം തീയതി വരെ, ഒക്ടോബർ 30-ാം തീയതി വരെയാണ് നിലവിൽ കസ്റ്റഡി വിട്ടിരിക്കുന്നത്. ഈ മാസം 30-ാം തീയതി വരെ SIT സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിലവിൽ വിട്ടിരിക്കുന്നു. കോടതി നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 11:15 ആരംഭിച്ച കോടതി നടപടികൾ 11:50 പൂർത്തിയായത്. ആ നടപടികൾ അവസാനിപ്പിക്കുമ്പോൾ SITയുടെ ആവശ്യം കോടതി പൂർണ്ണമായും അംഗീകരിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിടുകയുമാണ് ഉണ്ടായത്. എന്തായാലും SIT സംഘം വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. തെളിവെടുപ്പ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ പുറത്തുൾപ്പെടെ തെളിവെടുപ്പ് നടത്താനുണ്ട്. ഈ കാര്യങ്ങൾ കോടതിയെ വിശദമായി ബോധിപ്പിച്ചു. കാര്യങ്ങൾ കോടതിക്ക് വ്യക്തമായി തൊണ്ടിമുതൽ ഉൾപ്പെടെ കണ്ടെത്താനുണ്ട്. ഈ കേസിന്റെ നിർണായകമാണെന്ന കാര്യം കോടതി പരിഗണിച്ചു. ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയൊക്കെ തന്നെ നിർദ്ദേശമുള്ളത് കൊണ്ട് ഈ SIT മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഒക്ടോബർ 30-ാം തീയതി വരെ കസ്റ്റഡി കോടതി നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിച്ചിരിക്കുന്നു. SIT സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോകുന്നു. അല്പസമയത്തിനകം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്ന് പുറത്തിറക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ആ നടപടികൾ പൂർത്തിയാക്കി, കോടതി നടപടികൾ പൂർത്തിയാക്കി SIT സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവനന്തപുരത്തേക്ക് തന്നെ തിരികെ മടങ്ങുമെന്നാണ് ഈ മണിക്കൂറിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.